കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, കൈപ്പോരിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ഇതാണ് വീഡിയോ. അപ്പോൾ അത് ചെമ്പഴന്തി കളരിയിൽ പുതിയ രണ്ടുപേരുമായിട്ടാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് കാണിച്ചു തരാം. അടി അടി ചവിട്ട് അടി. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് വേറൊരു തെക്കൻ്റെ തന്നെ ഒരു പ്രത്യേക രീതിയാണ്. തെക്കൻ്റെ വേറൊരു രീതിയുണ്ട്, എന്നെ വിജയനാശം പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. അത് കയറി ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു കക്ഷി വിളിച്ചിട്ട് ഈ രീതിയിൽ തെക്കൻ കളരിയിൽ അടിമുറ ചെയ്യാറില്ല, ഇത് തെറ്റാണ്, മാത്രമല്ല കുറ്റം, അതായത് കളരിയെക്കുറിച്ച് മോശമാക്കി വീഡിയോ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിരുന്നു. അയാളെ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും, ഇത് വേറൊരു രീതിയാണ്. അപ്പം ഞാൻ ഈ രീതി മാത്രമല്ല, അപ്പോൾ കക്ഷി പറയുന്നതെന്ന് പറയുന്നത് നമുക്ക് നിന്നുകൊണ്ട് ഇത് തടുക്കാൻ പറ്റില്ല. സാധാരണ ഇറങ്ങിയാണ് തടുക്കുന്നത്, കയറിയാണ് അടിക്കുന്നത്. കയറി അടിക്കുന്നു, അത് തലയ്ക്ക് മുകളിൽ തന്നെ അടിക്കണം. ഇറങ്ങിയാണ് തടുക്കുന്നത്, അല്ലെങ്കിൽ റിസ്ക്കാണ്. അയാൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ കയറി ഇറങ്ങി ചെയ്യുന്നതാണ്. കയറി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പവറിൽ ചെയ്യാൻ പറ്റും. ഇറങ്ങി തടുക്കുമ്പോൾ വലതുകാലം ഇറങ്ങി തടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് മാറി തടുക്കാൻ പറ്റും. പക്ഷേ അതൊരു രീതിയാണ്. അപ്പോൾ വിജയനാശം പഠിപ്പിച്ച ഒരു ചൂട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അടിച്ച് കയറി അടി. ഈ രീതിയിലാണ് നമ്മൾ വിജയനാശം ചെയ്യുന്ന ഒരു പഠിപ്പിച്ച രീതി. അത് നമ്മൾ ഈ കൈപ്പോരുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയും ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ തിരിഞ്ഞൊക്കെ ചെയ്യുന്ന പല രീതിയിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് ശൈലിയിൽ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യും. അതെപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചുവട്ടിൽ ചേർന്ന് നിൽക്കും. ചുവട്ടിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഒരാൾ അടിക്കുകയാണ്. അല്ല, ഇതെങ്ങനെയാണ് ഇറങ്ങി തടുക്കുന്നത്? ഇറങ്ങി തടുക്കാൻ പറ്റില്ല, ചവിട്ടി ഇറങ്ങി തടുക്കാനും പറ്റില്ല. അപ്പോൾ നിന്നുകൊണ്ട് ചെയ്യേണ്ടി വരും. അതൊരു പെട്ടെന്ന്, അല്ലെങ്കിൽ ബസ്സിൽ നിൽക്കുന്നു, ബസ്സിൽ പുറകിൽ ആളുണ്ട്, ചിലപ്പോൾ നമുക്കൊരു അടി വരുമ്പോഴത്തേക്ക് ഇറങ്ങി തടുക്കും എന്ന് നമുക്ക് വാശി പിടിച്ച് കഴിഞ്ഞാൽ ചവിട്ട് കൊള്ളാനേ നിവർത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ചെയ്യുകയും നമ്മൾ റിഫ്ലക്സ് കൂട്ടുന്ന രീതിയിലുള്ള ചുവടുകളാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത്. അപ്പോൾ കക്ഷിയിട്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവില്ല, ഇങ്ങനെ ഒരു രീതിയേ ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു റെട്ടൈ പ്രയോഗങ്ങൾ അറിയാമോ എന്ന്. അപ്പോൾ കക്ഷിക്ക് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്, പക്ഷേ അത് സമ്മതിച്ച് തരാൻ മനസ്സുമില്ല. അപ്പോൾ പറഞ്ഞു അങ്ങനെ തെക്കലിൽ പല പ്രയോഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. റെട്ടൈ പ്രയോഗങ്ങൾ ഇതാണ്, നമ്മൾ അടിച്ച് അത് നമ്മൾ വശത്തോട്ട് മാറി ചെയ്യും. എന്തൊന്നാണ് വശത്തോട്ട് മാറുന്നത്? ബാക്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലാണ് ഒന്നിച്ച് ഇടിക്കുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അടിച്ച് നമ്മൾ ഇങ്ങോട്ട് മാറി നമ്മൾ വാരിക്കുന്നു. അതായത് വശത്തോട്ട് മാറി ചെയ്യുന്ന രീതിയിലുള്ള റെട്ടൈ പ്രയോഗങ്ങൾ കുറേ പ്രയോഗങ്ങളുണ്ട്. കാരണം അത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബാക്കിലോട്ട് ഇറങ്ങാൻ സ്ഥലമില്ലാത്ത സമയത്താണ്. ഇങ്ങനെ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് ചില പ്രത്യേക രീതികളിൽ ചുവടുകളായാലും അതുപോലെ തന്നെ നമ്മുടെ കൈപ്പോരുകളായും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്നുള്ളതല്ല, അത് പറയുന്ന ആളിന് അല്പജ്ഞാനിയാണ്, കക്ഷിക്ക് അറിയില്ല. അറിയാത്തത് അറിഞ്ഞുകൂടാ എന്ന് സമ്മതിക്കണം. അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ.